ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനു വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ കമലയ്ക്ക് വേറെ ഒന്നും ഇപ്പൊ അറിയണ്ട, ഹരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലയ്ക്ക് അറിയേണ്ടത്. അപ്പൊ കമല ചോദിച്ചപ്പോ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വന്നു. ബാലചന്ദ്രൻ അല്ല, സോറി, അച്ഛനെ ഞാൻ മാറ്റി. നമ്മുടെ ശിവൻ വന്നു. അപ്പം ശിവശങ്കരമേനോ വന്നു. എന്തായിടാ മോനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ശരണ്യനെ കണ്ടായിരുന്നു, അലീനയും കൊണ്ട് ശരണ്യയുടെ എടുത്തു പോയായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിനൊന്നും അല്ല ഞാൻ പോയതെന്ന്. അപ്പോഴേക്കും കമല, നീ പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്തിനാന്ന് ചോദിച്ചാൽ, ആ ഷാജി എന്ന് പറയുന്ന അയാളില്ലേ, അലീനെ അന്ന് പെട്രോൾ ഒഴിച്ചപ്പം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും രക്ഷിച്ച അയാൾ വന്ന് കുറച്ച് പരാതി ഭരവും ഒക്കെ പറഞ്ഞു. നമ്മുടെ ശരണ്യ എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് അലീനയെ കാണണമെന്നും അലീനോട് സംസാരിക്കണം, അപ്പൊ അതിനുവേണ്ടി കൊണ്ടുപോയതാണ്. പിന്നെ എനിക്ക് അലീനോട് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു അവസരമാക്കി ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്കൊന്നും ഇവിടത്തെ ഹരിയുടെ കാര്യം പറയത്തില്ലായിരുന്നു, നീ അവളുടെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കണുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അതിന്? എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടെന്ന് ചോദിച്ചപ്പോ ഉപകാരം ഉണ്ടമ്മേ. അതെ, ഞാനേ ഒരു കാര്യം അങ്ങ് മനസ്സിൽ തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് ഞാൻ മനസ്സ് തുറന്ന് അലീനോട് അങ്ങ് സംസാരിച്ചു. എന്ത് കാര്യം നീ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മള് ശിവശങ്കരമേനും ചോദിച്ചു, നീ എന്താടാ മനു ഈ പറയുന്നത്? അത് പിന്നെ വേറെ ഒന്നുമല്ല, എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അലീനയോട് തുറന്നു പറഞ്ഞു. അലീനയോട് എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നെന്ന് അറിയാമോ? ഞാൻ അവളെ ഈ വീട്ടിലെ എന്റെ അമ്മയുടെ മരുമകളായിട്ട് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന്, എന്ത് വട്ടാടാ നീ പറയുന്നത്? മരുമകളായിട്ട് ക്ഷണിച്ചെന്നോ? അവളെയോ? ആ കോപ്പ് പെണ്ണിനെ, ആ പിഴച്ചവളെയോ? ദേ, മാന്യമായിട്ട് സംസാരിക്കണം അമ്മേ. അവള് പിഴച്ചതാണെന്ന് അമ്മയ്ക്ക് എന്ത് അർഹതയുണ്ട്? അവള് പിഴച്ചതാണോ, അവള് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അമ്മേ ആരെ അമ്മ അളന്ന് നോക്കേണ്ട ഒരാവശ്യമില്ല. ആദ്യം സ്വന്തം കുടുംബം നന്നാക്കാൻ നോക്ക്, സ്വന്തം മകനെ നന്നാക്കാൻ നോക്ക്, എന്നിട്ട് കണ്ടവരെ നന്നാക്കിയ പോരെ. അവൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത്? അല്ലെ പോട്ടെ, അവള് പിഴച്ചവളാന്ന് പറയാന് എന്ത് തെളിവ് അമ്മയുടെ കയ്യിലുള്ളത്? പക്ഷേ അമ്മയുടെ മോൻ മഹാപിഴയാണെന്നും അമ്മയുടെ മോൻ ഒരു ക്രിമിനൽ ആണെന്നൊക്കെ പറയാനുള്ള തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമലയ്ക്ക് ഒന്നും ഇല്ല കേട്ടോ പറയാന്. കമല അങ്ങ് പകുതി പറയാൻ വന്നത് വിഴുങ്ങി വിട്ടു. എന്നിട്ട് പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിലെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല മനു. അവളെ ഈ വീട്ടിലേക്ക് നിന്റെ ഭാര്യയായിട്ട്, അത് എന്റെ മരുമകളായിട്ട് കൈപിടിച്ചോണ്ട് വരാൻ ഞാൻ സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നീ മാറ്റിവെച്ച നിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോ അമ്മയാണ് നടത്തുന്നത്. എന്റെ സ്വപ്നങ്ങൾ നടത്താൻ എനിക്കറിയാമോ, അതിന് അമ്മയുടെ ആവശ്യമൊന്നുമില്ല. ഒരു 10, 12, 15 വയസ്സ് വരെ ഈ ആണുങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടത്താൻ വേണ്ടി അച്ഛന്റെ അമ്മയുടെയൊക്കെ ആവശ്യം വേണ്ടി വരും. അതിനുള്ള കണക്കും വളർത്തിയ കണക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും, അതൊക്കെ പ്രകൃതി നിയമമാണെന്നേ. ആ ഒരു സമയത്ത് നിങ്ങളെ അല്ലാതെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ആ സമയത്ത് നിങ്ങൾ ആശ്രയിച്ചു, അതിന് നന്ദി ഞങ്ങൾ കാണിക്കുകയും ചെയ്യും. പിന്നെ തലയെ കയറാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അമ്മേ ശരിയാവുന്നത്? എനിക്ക് എന്റേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. എന്റെ സങ്കല്പത്തിലെ ആ പെണ്ണുണ്ടല്ലോ, അതെനിക്ക് അലീന തന്നെയാ. ആ സങ്കല്പത്തിലെ പെണ്ണ് അലീന ആകുമ്പോഴത്തേക്ക് ഞാൻ അവളെയല്ലേ കല്യാണം കഴിക്കേണ്ടത്, അല്ലാതെ എനിക്ക് വേറെ ആരെയും കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കും. അല്ല, അവളെ കല്യാണം കഴിക്കുന്നതിനോട് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? അവളെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ ബാലചന്ദ്രന്റെ മൂത്ത മകളല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആരടാ പറഞ്ഞത്? പിഴച്ചു കുത്തി എവിടെയോ പ്രസവിച്ചവള് അവിടെ മൂത്തവളാകുന്നത്? അവിടെ എങ്ങനെയാണ് അധികാരം കിട്ടുന്നത്? ദേ, വൈജ അവളെ വെളിയിലാക്കാൻ വേണ്ടി ഇരിക്കുക. വൈജ ആന്റി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുള്ളൂ. ഈ പറയുന്ന ബാലചന്ദ്രൻ അങ്കിളിന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ബാലചന്ദ്രന്റെ മകളായിട്ട് തന്നെയായിരിക്കും അലീന അവിടെ കഴിയുന്നത്. ഇനിയിപ്പൊ അലീന അവിടെ ബാലചന്ദ്രന്റെ മകൾ അല്ലാതെ കഴിഞ്ഞാലും, ഇപ്പൊ ഹോം നേഴ്സ് ആയിട്ട് കഴിഞ്ഞാലും, വേലക്കാരിയായിട്ട് കഴിഞ്ഞാലും എനിക്ക് അവളെ മതി. എനിക്ക് അലീനയെ മതി. ഞാനത് തീരുമാനിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മനു മര്യാദയ്ക്ക് വിട്ടുപോക്കാം. മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണോ? ഇവൻ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? നാണമില്ല നിങ്ങൾക്ക് ഇത് കേട്ടോണ്ട് നിൽക്കാനായിട്ട്? അവൾ അവിടുത്തെ ഹോം നേഴ്സിനെ, വേലക്കാരിനെ വിളിച്ചോണ്ട് വരുന്നത്രേ. ഒരു സ്നേഹനികേതനിൽ ഉണ്ടായിരുന്ന അവളെ ഇങ്ങോട്ടേക്ക് കേട്ടിക്കൊണ്ടിരുന്നു. ഞാനിത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു വൈജയ, വൈജയെന്നല്ല കമലെ, നീയൊന്നും മിണ്ടാതെ ഇരിക്ക്. അവന് എന്തെങ്കിലും വായി തോന്നുന്ന വിളിച്ചു പറയുന്നതിന് അവളുടെ വായ്ത്താളത്തിനനുസരിച്ച് നീ കിടന്ന് ചാടിയാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, വായിത്താളവോ? വായി തോന്നുന്നതോ? ഇത് വായിത്താളവോ വായി തോന്നുന്നോ ഒന്നും അല്ല അച്ഛാ. ഞാനൊരു സത്യം തന്നെയാ പറഞ്ഞത്. അതെ, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് 18 വയസ്സ് പൂർത്തിയായി, അവൾക്കും 18 വയസ്സ് പൂർത്തിയായി. ഞങ്ങള് പൂർത്തിയായ രണ്ട്
അവള് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും ഞാനൊരു പുരുഷനുമാ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വിവാഹം കഴിക്കാൻ ഉള്ള അവകാശവും അധികാരവും നിങ്ങൾ പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ല. അതൊക്കെ ഗവൺമെന്റ് തന്നെ പണ്ടേ തന്നിട്ടുള്ളതാ. അതുകൊണ്ടേ അമ്മയോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അകത്തേക്ക് കയറിപ്പോയിട്ടോ. ഈ സമയത്ത് തുടങ്ങിയില്ലേ നമ്മുടെ കമല. കണ്ടില്ലേ, അവൻ പിഴച്ചു കുത്തി നടക്കുക. അവളുടെ പുറവെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്നതേ ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും. അവൾ എന്ത് കൈവശമാണോ എന്റെ മോനും ഉണ്ടാക്കി കൊടുത്ത്. ഇതുവരെ അവന് ഒരു പെണ്ണിന്റെ മുഖത്ത് ചൊവ്വേ നേരെയും നോക്കിയിട്ടില്ല. അറിയാലോ, ഇതെന്തോ കൈവശം കൊടുത്തത് തന്നെ, അത് ഉറപ്പാ. അവൾ എല്ലാവർക്കും കൈവശം കൊടുത്ത് 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 വളച്ചു വെച്ചേക്കല്ലേ. ഇങ്ങനെ അവളെ നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലേ ശരിയാവുന്നു തോന്നുന്നില്ല. മര്യാദയ്ക്ക് അവനെ ഒന്നെങ്കിൽ പറഞ്ഞു മാറ്റിക്കോ, അല്ലെങ്കിൽ അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ വല്ല സ്വപ്നം ഉണ്ടെങ്കിലേ അതേ മുളയിലെ അങ്ങ് നുള്ളുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് തുള്ളി ചാടിക്കൊണ്ടങ്ങ് കമല പോയി. ചെകുത്താനും കടലിനും നടുക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ ശിവശങ്കര മേനോൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്? ഹരി ഒരു വശത്ത്, മനു ഒരു വശത്ത്, അലീന ഒരു വശത്ത്, നമ്മുടെ കമലയാണെങ്കിലോ നടുവശത്ത് നിൽക്കുന്നൊരവസ്ഥ. കെട്ടിയോളല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശിവശങ്കരൻ മേനോൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ രോഹിത്തിന്റെ മുടിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് വെട്ടി നല്ല വെടുപ്പും ഒക്കെ ആക്കി കൊടുക്കുന്ന നമ്മുടെ ആര്യ അലീനയാണ്. അപ്പൊ അലീന റൂമിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അലീനയോട് അലീന ബാലചന്ദ്രനോടല്ലല്ലോ രോഹിത്തിനോട് പറയുന്നുണ്ട്, മോനെ രോഹിത്തെ, ഇത് എന്താടാ നീ മുടിയൊക്കെ വളർത്തി വെച്ചിരിക്കുന്നത്, മുടിയൊന്ന് പോയി വെട്ടത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഒന്നും മിണ്ടുന്നില്ല. അപ്പം അലീന പറഞ്ഞു, ശരിയാണല്ലോ, നീ ഇപ്പൊ പുറത്തൊന്നും പോകണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്നേഹനികേതനിൽ ഒരുപാട് പേർക്ക് മുടി വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഞാൻ മുടി വെട്ടി കൊടുത്തിട്ടുണ്ട്. ബ്രിജിത്താമ്മ എന്നെ അത് പഠിപ്പിച്ചതാണ്. അവിടെ ഒന്നും ഒരു മുടി വെട്ടാനായിട്ട് ഒരു ചേട്ടൻ വരികയായിരുന്നു, അത് നോക്കി നോക്കി ഞാൻ പഠിച്ചു വെച്ചാണ്. അതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം ഞാൻ തന്നെയായിരുന്നു മുടി വെട്ടി കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് മുടി വെട്ടി തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ ഒരു കസേരയിൽ കൊണ്ടിരുത്തി, എന്നിട്ട് കഴുത്തിൽ കൂടെയൊക്കെ ഒരു ചെറിയ മുണ്ടൊക്കെ എടുത്ത് ചുറ്റി കൊടുത്തിട്ട് മുടിയൊക്കെ കറക്റ്റ് നീളത്തിലും വലുപ്പത്തിലും ഒക്കെ നീട്ടി പിടിച്ച് വെട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നീളത്തിലും വലിപ്പത്തിലും ഒക്കെ നീട്ടി പിടിച്ച് വെട്ടി ആ ചുരുണ്ട് കിടന്ന മുടിയെല്ലാം കണ്ണിലേക്കൊക്കെ വീണൊരു ഭ്രാന്തനെ പോലെ ചില സമയം നമുക്ക് തോന്നൂല ഈ പറയുന്ന നമ്മുടെ രോഹിത്തിനെ. അപ്പൊ അതൊക്കെ വെട്ടി ക്ലീൻ ആക്കി കൊടുത്ത് എല്ലാം ദേഹമൊക്കെ നന്നായിട്ട് ഇരുന്ന ആ ഒരു മുടിയൊക്കെ ഇങ്ങനെ മാറ്റി എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി കൊടുത്തു കേട്ടോ. ഏതായാലും സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴാ ഒരു വൃത്തിയും വെടുപ്പും വന്നത് രോഹിത്തെ. ഇപ്പോഴാ നീ രോഹിത്തായത്. ഏതായാലും ഇനിയിപ്പം ഇത് മതി നിന്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത് മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്. പക്ഷെ അലീനാന്നോ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല കേട്ടോ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ബബിത അലീന ചേച്ചി എന്ന് മുഖത്ത് നോക്കി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തും അലീന ചേച്ചി എന്ന് വിളിക്കുന്ന ഒരു സീനാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അലീന മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നേരെ വാതിലിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രോഹിത്ത് അലീന ചേച്ചി എന്നൊരു വിളി, ഉയ്യോ, കാതിലും മുഴങ്ങി കേട്ടതുപോലെ തോന്നിട്ടോ. അലീന ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് പോലെ നമ്മുടെ അലീനയ്ക്ക് തോന്നി. അലീന മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഞാൻ തന്നെയാ അലീന ചേച്ചി എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോനെ അലീന ചേച്ചിയോ? അലീന ചേച്ചി, എന്താ അങ്ങനെ എനിക്ക് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. അല്ല മോൻ വിളിച്ചോ, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം അതെ സോറി എന്ന് പറഞ്ഞാണ് നമ്മുടെ രോഹിത് തുടങ്ങുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. സോറി എന്ന് പറഞ്ഞതും നമ്മുടെ അലീനയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി കേട്ടോ. അലീന ചോദിച്ചു, എന്തിനാ മോനെ സോറി ഒന്നും പറയണ്ട, മോനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാന് അമ്മയുടെ കൂടെയും ബബിതയുടെ കൂടെയും ഹരിയുടെ കൂടെയും ഒക്കെ കൂടിയിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അലീന ചേച്ചീനെ. അലീന ചേച്ചി വന്നപ്പോഴാ എന്റെ വീട് തകർന്നതെന്നും അലീന ചേച്ചി വന്നപ്പോഴാ എന്റെ വീടിന്റെ സമാധാനം പോയതെന്നും അലീന ചേച്ചി വന്നതുകൊണ്ടാ എന്റെ അച്ഛനും അമ്മയും പിരിയാനായിട്ട് കാരണമെന്നും ഒക്കെ എനിക്ക് ഒരുപാട് സംശയമായിരുന്നു. അത് സംശയമല്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിൽ കരുതിയിരുന്നത്. എന്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അലീന ചേച്ചി എന്റെ ശത്രുവാണ്, അലീന ചേച്ചി അമ്മയുടെ ശത്രുവാണ്, അമ്മയുടെ ശത്രുവാകുമ്പോൾ അത് മക്കളുടെ ശത്രുവാണ്, എന്റെ അച്ഛന്റെ ലൈഫിലേക്ക് കടന്നു വന്ന ഏതോ ഒരു വൃത്തികെട്ട പെണ്ണാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ട് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതിനാ ഞാൻ ഈ സോറി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോനെ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഇതായിരുന്നു സത്യം, ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അലീന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പിഴച്ച പെണ്ണ്, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവള്, കുടുംബം നശിപ്പിക്കുന്നവള്, എൻ്റെ അച്ഛൻ്റെ അവിഹിതത്തിൽ ഉണ്ടായ സന്തതി, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ അവിഹിതത്തിൽ കൊണ്ടു നടക്കുന്ന പെണ്ണ് എന്ന പേരൊക്കെ ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി കേട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു അലീന ചേച്ചിയോട്. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ലാട്ടോ. ഇപ്പം എൻ്റെ മുമ്പിൽ അലീന ചേച്ചി ദൈവത്തിന് തുല്യ, എൻ്റെ അമ്മയ്ക്ക് തുല്യ, എൻ്റെ അച്ഛന് തുല്യ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അലീന കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയിട്ട് അലീന വന്ന് നമ്മുടെ രോഹിത്തിനെ കെട്ടിപ്പിടിച്ചിട്ട്, മോന് അങ്ങനെയൊന്നും പറയണ്ടാട്ടോ, മോന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ മോന് അങ്ങനെയൊക്കെ തോന്നിയത്. ഇപ്പൊ മോന് മനസ്സിലായില്ലേ, ഒരിക്കലും ഞാൻ ആരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഞാനിവിടെ ഒരു ഹോം നേഴ്സ് ആയിട്ട് തന്നെയാ കയറി വന്നത്. നിന്റെ അച്ഛനെയും അമ്മേനെയും രണ്ടാക്കണമെന്നോ, അതുപോലെ തന്നെ നിന്നെയും ഹരിയെയും പിരിക്കണമെന്നോ, നിന്നെ ജയിലിൽ കയറ്റിക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സമാധാനം കളയിപ്പിക്കണമെന്നോ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു കരടായി വരണമെന്നോ, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കണമെന്നോ, ഇതൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഹോം നേഴ്സ് ആയിട്ട് മാത്രമാണ്. നിന്നെ ഞാൻ എൻ്റെ സഹോദരനായിട്ടാണ് കാണുന്നത്. കൃഷ്ണമോളെയും ബബിതേനെയും ഒക്കെ അങ്ങനെയാണ്. പിന്നെ സാറെന്നല്ല, അച്ഛൻ എന്നെ ഒരു മോളായിട്ട് കാണുന്നുണ്ട്. അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങളൊക്കെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നെ, എനിക്ക് അത് മാത്രം മതി. ഈ സ്നേഹം മാത്രം എനിക്ക് മതി. ഒരിക്കലും ഞാൻ കാരണം നിന്റെ അച്ഛനും അമ്മയും തകരാൻ ഇടയാവില്ല എന്ന് രോഹിത്തിന് വാക്ക് കൊടുക്കാണ്. ഇപ്പൊ രോഹിത് പറയുന്നുണ്ട്, എനിക്കറിയാം അലീന ചേച്ചി, എനിക്ക് അലീന ചേച്ചിനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പണ്ട് അലീന ചേച്ചിയോട് അറിയാതെ എന്തൊക്കെയോ തെറ്റുകൾ ഹരിയുടെ കൂടെ കൂടി ചെയ്തിട്ടുണ്ട്. പൊറുക്കാൻ പറ്റത്തില്ലെന്നറിയാം ആ തെറ്റുകളൊക്കെ. ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ആ ഒരു സമയത്ത് പറ്റിപ്പോയത്. അലീന ചേച്ചി ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അലീന ചേച്ചി മാപ്പാക്കണം. അലീന ചേച്ചി മാത്രമേ എനിക്കിപ്പോ ആശ്രയമുള്ളത്. ചേച്ചി കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നോട് കൃഷ്ണമോളും മനുവേട്ടനും ഒക്കെ എല്ലാം പറഞ്ഞു. അലീന ചേച്ചി എന്തുമാത്രം എഫേർട്ട് എടുത്തു എന്നെ പുറത്തു കൊണ്ടുവരാന് എന്നൊക്കെ. അപ്പൊ അലീന പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ എഫേർട്ട് എടുത്തിട്ടല്ല നീ പുറത്തു വന്നത്. നീ പുറത്തു വന്നത് ശരണ്യയുടെ നല്ല മനസ്സുകൊണ്ടാണ്, നിന്റെ നല്ല മനസ്സും കൊണ്ടാണ്. അത്രയും അവസരം ഉണ്ടായിട്ടും നീ ബാലചന്ദ്രന്റെ മോനാന്ന് തെളിയിച്ചില്ലേ? നീ ബാലചന്ദ്രന്റെ മോനാണെന്ന് തെളിയിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ പെങ്കൊച്ചിന് നീ ഒന്നും ചെയ്തില്ലല്ലോ. അവസരം കിട്ടിയിട്ടും നീ അവളെ നിന്റെ പെങ്ങളെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരിനെ പോലെ കണ്ടില്ലേ? നീ അപ്പോഴും അവരോട് വേണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞില്ലേ? അവരാൽ എല്ലാം നിർബന്ധിക്കപ്പെട്ടിട്ടും നീ അവിടെ നിന്ന് മാറിപ്പോയില്ലേ? ഇതൊക്കെ നീ ബാലചന്ദ്രന്റെ മകനായതുകൊണ്ട് തന്നെയാ. ബാലചന്ദ്രന്റെ മകൻ ആയതുകൊണ്ട് മാത്രം നിനക്ക് ഇതൊക്കെ തോന്നിയത്. പിന്നെ നീ എങ്ങനെയാ കുറ്റക്കാരനാകുന്നത്? നിന്നെ ഞാൻ വെറുതെ വിട്ടതാണോ? ഒരിക്കലുമല്ല. നീ തെറ്റ് ചെയ്തിട്ട് ഞാൻ പോയി ശരണ്യോട് നിന്നെ വെറുതെ വിടണമെന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ശിക്ഷ മേടിച്ചു തരികയെ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കല്ല ആ ക്രെഡിറ്റ്, ശരണ്യക്ക് തന്നെയാ. എല്ലാവരും നിന്നെ കുറ്റക്കാരനാക്കണം, നിന്നെ ആ ഒരു പ്രതിപട്ടികയിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു നല്ല മനസ്സ് കാണിച്ചിട്ട് അവൾ എന്താ ചെയ്തത്? അവള് സത്യസന്ധമായിട്ട് കോടതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. അല്ലാതെ ഒരിക്കലും ഞാനല്ല മോനെ നിന്നെ രക്ഷിച്ചത്, ശരണ്യ നിന്നെ രക്ഷിച്ചത് എന്ന് പറയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, ആരൊക്കെയാണെങ്കിലും അത് അലീന ചേച്ചി അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. അലീന ചേച്ചിക്ക് അവിടെ ചെല്ലാനും ഒക്കെ തോന്നിയത് കൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. എനിക്കറിയാം, എൻ്റെ അമ്മയും ഞാനും ഒക്കെ ഒരുപാട് അലീന ചേച്ചിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി റോഡിലൂടെ വലിച്ചു നിരക്കി വേറെ എവിടെയോ കൊണ്ടുപോയി കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വേണ്ടാത്ത വസ്തുക്കളോ അല്ലെങ്കിൽ വേണ്ടാത്ത പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയൊക്കെ കളയുന്നത് പോലെ അതൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിരിക്കും അലീന ചേച്ചി ഞാനിപ്പം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, നീ എന്താ അനുഭവിച്ചെന്നാ പറയുന്നത്? ഒന്നും അനുഭവിച്ചിട്ടില്ല. ജീവിതം മുന്നിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കല്ലേ. പഴയതുപോലെ ആകരുത്. ഇനിയിപ്പം നീ ചെയ്യേണ്ടത് കോളേജിൽ പോകണം, പഠിക്കണം, അത് മാത്രം മതി എന്നുള്ളപ്പോ എനിക്ക് കോളേജിൽ പോകാൻ ഇനി പറ്റുമോ? ഞാൻ ഇനി എങ്ങനെ കോളേജിൽ പോകും? കോളേജിൽ പോകാൻ ഇപ്പൊ തൽക്കാലം നിനക്ക് പറ്റില്ല, പക്ഷെ ഇവിടെ ഇരുന്ന് പഠിക്കാമല്ലോ. ഇപ്പം ഓൺലൈൻ വഴിയൊക്കെ ക്ലാസ് ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? മോൻ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മോൻ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ മോന്റെ പഠനകാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും രോഹിത്തിനും അലീനയെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നാളത്തെ സീനൊക്കെ എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്നും രാവിലെ നമ്മൾ ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്കും ഫുൾ വിശേഷമൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. അപ്പൊ അതുപോലെ നാളെയും ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ.